വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിനെ കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ കസിൻ ഡോക്ടർ അരുണിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അരുണിൻ്റെ വൈഫ് നട്ടിരിക്കുന്ന ഒരു മനോഹരമായ ഒരു പ്ലാന്റ്, അരസാബോയ് എന്നാണ് ആ ഒരു പ്ലാന്റിൻ്റെ അതിനകത്തുണ്ടാകുന്ന ഫ്രൂട്ടിൻ്റെ പേര്, അരസാബോയ് പ്ലാന്റ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രൂട്ട് എടുത്ത് നമ്മളൊരു 5 മുതൽ 6 7 ഗ്ലാസ് ജ്യൂസ് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടിൽ നിന്ന് തന്നെ അത്രയും ഉണ്ടാക്കാൻ പറ്റും. പണ്ടത്തെ നമ്മുടെ ഒരു മുട്ടപ്പഴത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ് കേട്ടോ ഇതിന് നമ്മൾക്കൊരു പ്രത്യേക ടേസ്റ്റ് പറയാൻ പറ്റില്ല. ഇത് പഴുത്ത് കഴിക്കുമ്പോൾ അതിനൊരു അല്പം പുളിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ജ്യൂസ് ആക്കുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജ്യൂസാണോ അതോ മാംഗോ ജ്യൂസാണോ അതേ പാഷൻ ഫ്രൂട്ടാണോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ തൊലി കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 4 കായ കിട്ടും. അത് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ പൾപ്പ് എടുത്താണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ജ്യൂസ് ഉണ്ടാക്കിയപ്പോഴും നമുക്ക് എങ്ങും കിട്ടാത്തൊരു ടേസ്റ്റ്, അത്ര നല്ല ഒരു ടേസ്റ്റുള്ള ഒരു ജ്യൂസായിട്ട് നമുക്ക് തോന്നി. അത്ര നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ ജ്യൂസാണെങ്കിൽ അതികേമം. നമുക്കിത് സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഇതിൻ്റെ പൾപ്പെടുത്ത് സൂക്ഷിച്ച് നമുക്ക് സ്ക്വാഷൊക്കെ ഉണ്ടാക്കി ഇത്തിരി മധുരമൊക്കെ ചേർത്ത് കഴിച്ചാൽ സൂപ്പർ.